നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ശരിക്കും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുറച്ചു കാലം മന്ത്രിയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മന്ത്രിയായിരുന്നു അല്ലേ? പ്രത്യേക അല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. കഴിഞ്ഞ സർക്കാരിന് MLA ആയിരുന്നു. അതെ, ഭരണപക്ഷ MLA മന്ത്രിയെ പോലെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഈ എങ്ങനെ ആൾക്കാരുമായി ഇടപഴകണം, എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം, എങ്ങനെ നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ വളരുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ശരിക്കും ഒരു MLA ആയിരുന്ന ആളില്ലേ 10 വർഷം. അദ്ദേഹം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആരാണ്? നമ്മുടെ KT ജലീൽ. അതെ, വളരെ മോശമായൊരു പ്രവൃത്തിയാണ് KT ജലീൽ ഈ കാണിച്ചു വെച്ചത്. എന്തായാലും ശരിക്കും ബാലാവകാശ കമ്മീഷനെ ആരെങ്കിലും സമീപിച്ചാലേ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാം. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഇൻറ്റഗ്രിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വളരെ മോശപ്പെട്ട, അത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തി. ചാനലുകളെല്ലാം ഇപ്പോൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏഷ്യാനെറ്റിലൊക്കെ വന്നു കഴിഞ്ഞു. അതെ, കാരണം അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെ, ഒരു അനഭിലഷണീയമായ പ്രവണതയാണ്. അദ്ദേഹത്തിന് നല്ല വിവരവും അറിവും ഒക്കെ ഉണ്ടാകാം. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ അറിവ് എനിക്കുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ പ്രശാന്തിന് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കുട്ടികളോട് പെരുമാറുമ്പോൾ കുട്ടികളെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവരെ നമ്മൾ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ട്. അതെ, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് കുട്ടികളെയും വിദ്യാർത്ഥികളെയും. അതിന്റെ ദോഷം എന്താണെന്ന് ഞാൻ പറയാം. കുട്ടികൾ അത്തരത്തിൽ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കപ്പെട്ടാൽ കുട്ടികളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിക്കും, വലിയ നിരാശ വരും. പിന്നെ അവരുടെ വ്യക്തിത്വത്തിൽ അത് കിടക്കും, അതൊരിക്കലും മായില്ല. നമ്മളെ വിളിച്ചു വരുത്തി അപമാനിച്ചത്. അതെ, അല്ലാതെ ചുമ്മാ ക്ലാസ് മുറിയിൽ കയറി ചെന്നിട്ട് അപമാനിക്കുന്നതും ആ കുട്ടികളെ ആദരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് ഈ സംഭവം എന്താണെന്ന് അതാണ് എൻ്റെ അതിലേക്ക് കറങ്ങി തിരിഞ്ഞ് നമ്മള് ആഴത്തിൽ പരിശോധിക്കണം. ഇത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് ജലീല് ചെയ്തത് വാസ്തവത്തിൽ മലർന്നു കിടന്ന് തുപ്പുന്ന ഒരു പരിപാടിയാണ്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ രാജേഷ് ജിക്ക് മനസ്സിലാവും. ഈ മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 വാർഡുകളിൽ SSLCക്ക് ഉന്നത മാർക്ക് വാങ്ങിച്ച് വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു നഗരസഭ. അപ്പോൾ ആ ചടങ്ങിൽ രക്ഷിതാക്കളോടൊപ്പം ഈ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ വന്ന കുട്ടികൾക്കാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന്, നിസ്സാരക്കാരനല്ല, വലിയ PhD ഒക്കെയുള്ള ആളാണ്, ആ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഒരു തിക്താനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമ്മൾ സാധാരണ ഒരു പരിപാടിയിലേക്ക് ഇത്തരത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് വിളിക്കും, പേര് ചോദിക്കും, പരിചയപ്പെടും, അല്ലേ? അവരോട് എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ചോദിക്കും, അവർ ഉത്തരം പറയുന്നത് കേൾക്കും. അതിൽ തെറ്റുണ്ടെങ്കിൽ വളരെ രഹസ്യമായിട്ട് അടുത്ത് വിളിച്ച് തിരുത്തി കൊടുക്കും. അല്ലാതെ അവരെ പൊതുവായിട്ട് കളിയാക്കി പരിഹസിച്ച് തിണ്ണമെടുക്ക് കാണിക്കില്ല. അത് ആരും ചെയ്യില്ല അങ്ങനെ. പക്ഷെ അത് KT ജലീൽ ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇത് ഈ കുട്ടികളെ വിളിച്ചിട്ട് കുട്ടികളെടുത്ത് അവരവരുടെ മേൽവിലാസം എഴുതാൻ പറഞ്ഞു. അപ്പോൾ എഴുതിയതിൽ പുരസ്കാരം വാങ്ങാൻ വന്ന കുട്ടികളാണ്. സ്റ്റേജ് വിളിച്ചു. അതെ, അതിൽ എഴുതിയപ്പോൾ ചില അക്ഷരത്തെറ്റുകളൊക്കെ സംഭവിച്ചു. സ്വാഭാവികമാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അക്ഷരത്തെറ്റില്ലാതെ മേൽവിലാസം എഴുതണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും കഴിയില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമാണ്, തെറ്റ് സംഭവിക്കാം. അങ്ങനെ തെറ്റ് സംഭവിച്ചപ്പോൾ അവരെ നിങ്ങളൊക്കെ എന്തിനാണ് ഈ പഠിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരോട് സംസാരിച്ചത് ഈ ജലീൽ. വളരെ മോശമായിട്ട് കുട്ടികളെ, അതിലൊരു കുട്ടിയുടെ ചെവിക്ക് പിടിച്ച് തിരുമ്മുകയൊക്കെ ചെയ്തു, നുള്ളുകയൊക്കെ ചെയ്തു. അക്ഷരമറിയില്ലേ എന്നാണ് ചോദിച്ചത് കുട്ടികളോട്. നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് എഴുതാൻ, നിങ്ങൾക്ക് സ്വന്തം അഡ്രസ്സ് എഴുതാൻ അറിയില്ലേ, അക്ഷരമറിയില്ലേ എന്നൊക്കെ ചോദിച്ചാണ് ഈ കുട്ടികളെ ഇങ്ങനെ അപമാനിച്ചത്. അതിപ്പോൾ ഒരു വലിയ, ആ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൽ മുഴുവനും ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇനി ഞാനതിൻ്റെ മറ്റൊരു വശം പറയാം. ശരി, ജലീൽ ഇതൊക്കെ ചോദിച്ചു. അങ്ങനെ കുട്ടികൾക്ക് അക്ഷരം അറിഞ്ഞൂടാത്ത കുട്ടികൾ SSLCക്ക് ഉന്നത വിജയം നേടിയെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ജലീൽ ഉൾപ്പെട്ട LDF സർക്കാർ തന്നെയാണ്.
ഈ കഴിഞ്ഞ 10 കൊല്ലം അവിടെ ഇരുന്ന് ഭരിച്ച ആൾക്കാർക്ക് അതെ. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും അവർ പഠന മികവ് പുലർത്താനും കഴിയുന്നവരാക്കി അവരെ മാറ്റാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ ഈ അധ്യാപകരും അവർക്ക് മുകളിലുള്ള വിദ്യാഭ്യാസ സംവിധാനവും അതിനെ ഭരിക്കുന്ന സർക്കാരും ഒക്കെ അതിന് മുകളിലുള്ളവരല്ലേ? PM ശ്രീ ഒരിക്കലും കേരളത്തിൽ വേണ്ട. കേരളത്തിലെ കുട്ടികളുടെ സംസ്കാരം ഇല്ലാതാക്കും. കേരള മോഡൽ വിദ്യാഭ്യാസം അവിടെ നടക്കില്ല. കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം, അവർ കാത്തു സൂക്ഷിച്ച വിദ്യാഭ്യാസ നയം, ഈ നയം അപ്പാടെ തകർക്കപ്പെടും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ കുട്ടികളെ കേരള മോഡൽ വിദ്യാഭ്യാസം സിലബസ് ഇവിടെയാണ്. കേരള മോഡൽ വിദ്യാഭ്യാസത്തിന്റെ മെച്ചം എന്താണെന്ന് ഞാൻ പറയാം. 35,000 സീറ്റുകളാണ് ആർട്സ് സബ്ജക്റ്റുകളിൽ നമ്മുടെ കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നിന്ന് പഠിച്ച് പാസ്സായി +2 വന്ന് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാൻ വരുന്നതിൽ ഏതാണ്ട് 35,000 ആർട്സ് സബ്ജക്ട്സിൽ ആർട്ട് സബ്ജക്ട് BA ഇംഗ്ലീഷ്, അതായത് ലിറ്ററേച്ചർ ഉൾപ്പെടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെയൊക്കെ പറഞ്ഞ്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ പിന്നെ 35,000 സീറ്റുകൾ കേരളത്തിൽ വിവിധ സർവകലാശാലകളിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു. ആരാണ് ഉത്തരവാദി? ഇതിന് 2016 മുതൽ 21 വരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളാണ് ജലീൽ. ഇപ്പോൾ ആ വേദിയിൽ വെച്ച് പറയുന്നത് വെച്ചാണെങ്കിൽ ആ കോഴ്സിൽ ചേരാത്ത വിദ്യാർത്ഥികളാണ് ഉത്തരവാദികൾ. ജലീൽ പറയുന്ന വെച്ചാണ്. കാരണം ഞങ്ങളെല്ലാം പഠിപ്പിച്ചു, കുട്ടികളൊന്നും പഠിച്ചില്ല. ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. പിന്നെ എന്തിനാണ് ഈ അധ്യാപകർ? അതാണ് ഞാനും ചോദിക്കുന്നത്. അങ്ങനെ പഠിക്കാത്ത കുട്ടികൾ എങ്ങനെ ജയിച്ചു വന്നു? ഇപ്പോൾ ഈ ജലീൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അക്ഷരം അറിയില്ലേ? അക്ഷരം അറിഞ്ഞൂടാത്ത കുട്ടി SSLCയിൽ ഉന്നത മാർക്ക് വാങ്ങിച്ച് പാസ്സായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജലീലിൻ്റെ മനസ്സിൽ ഈ കുട്ടികളെല്ലാം കേരളത്തിൽ ഈ വർഷം SSLC പാസ്സായ കുട്ടികൾക്കെല്ലാം നല്ല ഉയർന്ന മോഡറേഷൻ, കൂടുതൽ മാർക്കിട്ട് കൊടുത്ത് ജയിപ്പിച്ചെങ്കിൽ അല്ല, അത് ജലീലിൻ്റെ മനസ്സിൽ അവിടെയാണ് വിഷയം. ഈ നമ്മുടെ ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് ലിബറലാക്കി. ഉത്തര പേപ്പർ പരിശോധിക്കുന്നത് കുറേ കൂടി, മറ്റേത് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കണം, ആശയ ചേർച്ചയില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കണം, കൃത്യമായി ചോദ്യത്തിൻ്റെ ഉത്തരമല്ല എഴുതുന്നതെങ്കിൽ ഉറപ്പാണ് അതിന് പൂർണ്ണമായിട്ടും മാർക്ക് കൊടുക്കരുത്. അതുപോലെ ഡയഗ്രംസ് വരച്ചെഴുതുന്ന ഉത്തരങ്ങൾ, ഇപ്പം ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്, അത് ഏത് വിഷയമാകട്ടെ, ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ ഏതോ ആകട്ടെ, പക്ഷെ അതിനോടനുബന്ധമായിട്ടൊരു രേഖാചിത്രം കൂടി അവിടെ കൊടുത്താൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ ചരിത്രം പഠിക്കുന്ന അവസരത്തിൽ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളൊരു മാപ്പൊക്കെ വരച്ച് അതിനകത്ത് അടയാളപ്പെടുത്തി, ഇങ്ങനെ ഇന്ന രാജാക്കന്മാരാണ് ഇന്നടത്തൊക്കെ ഭരിച്ചിരുന്നതെന്നുള്ള ചെറിയ പേരൊക്കെ അവിടെ എഴുതി, അങ്ങനെ ഒരു ഉത്തരമാണ് അപ്പുറത്ത് എഴുതുന്നത്, കൂടെ ഈ പടവുമൊക്കെ വരച്ച് വെച്ച് അതിന് ഫുൾ മാർക്ക് കിട്ടും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. അതുപോലെ ജിയോഗ്രഫിയിൽ, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, കണക്കിലും സാഹിത്യത്തിലും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒഴിച്ച് ബാക്കി സയൻസ് സബ്ജക്റ്റുകളിലെല്ലാം നമ്മൾ ഇതിൻ്റെ ഡയഗ്രംസ് കൂടെ വരച്ചാൽ അത് വലിയ അപ്രീസിയേഷൻ കിട്ടും. അതിന് ഉത്തരക്കടലാസ് നോക്കുന്ന സാറിനും ഒരു കുട്ടിയോട് ഉത്തരം എഴുതിയിരിക്കുന്ന കുട്ടിയോട് ഒരു ആത്മാർത്ഥത തോന്നും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് SSLCക്ക് 50% തികച്ചില്ല വിജയ ശതമാനം. അന്ന് മോഡറേഷൻ ഉണ്ട്, കുറവാണ്. പക്ഷേ ഉത്തരം വളരെ കർശനമായിട്ട് നോക്കിയിരുന്നത്. അതുപോലെ ഹാൻഡ് റൈറ്റിങ്ങിന് മാർക്കുണ്ടായിരുന്നു. ഉത്തരമെല്ലാം എഴുതി, പക്ഷേ വൃത്തിയില്ലാത്ത കൈയക്ഷരത്തിൽ എഴുതി വെച്ചു, മാർക്ക് കുറയും. ഇവർക്ക് ഈ CBSE ICSE +1 പ്രവേശനം നേടുന്ന CBSE ICSE കുട്ടികളുടെ ഒരു പരീക്ഷ ഇത്തവണയും വളരെ ടഫായിരുന്നു, വളരെ കടുകട്ടിയായിരുന്നു. അപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക്, കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ ചെയ്യുന്നത് മാർക്ക് പരമാവധി കൂട്ടിയിട്ട് കൊടുക്കും. ഈ പറയുന്ന വാല്യുവേഷനിലെ ലിബറലൈസേഷൻ, ഉദാരവൽകൃതമായിട്ടുള്ള വാല്യുവേഷൻ, മൂല്യനിർണ്ണയം, അങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അപ്പോൾ അത് കുട്ടികൾ നിർബന്ധിച്ചിട്ടല്ല, അല്ല, ഇവർക്ക് ചില അജണ്ടകളുണ്ട്. കേരളം നമ്പർ 1 ആണ്, കേരളത്തിലെ വിദ്യാഭ്യാസം വലിയ മികവുറ്റതാണ്, ഇത് ലോകത്തിന് മാതൃകയാണ്, CBSE പാടാണ്, ഒരു ചുക്കുമല്ല എന്ന് നമുക്ക്. കാരണം ഇവിടുന്ന് സ്റ്റേറ്റ് സിലബസ് കഴിഞ്ഞ് CBSEയിലേക്ക് പോകുന്ന ഒരു കുട്ടി
വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ. പണ്ട് നമ്മളൊക്കെ നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ തപ്പും ഇംഗ്ലീഷ്. കാരണം അവിടെ എല്ലാം ഇംഗ്ലീഷിലാണ്. ഫിസിക്സ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിൽ, കെമിസ്ട്രി പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ, തേർഡ് ഗ്രൂപ്പ് എടുത്താൽ അവിടെയും എല്ലാം ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാത്തതാണ്. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ +2 വരെ വളരെ ലിബറലായിട്ട് വാലുവേറ്റ് ചെയ്ത് മാർക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം നമ്മളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് 1ാം വർഷം ഇംഗ്ലീഷിന് ഒരുവിധപ്പെട്ട എല്ലാവരും തോക്കും. കാരണം സംഭവം മലയാളം മീഡിയം പഠിച്ചിട്ട് വരുന്നവർ, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ പോലും ഇംഗ്ലീഷിന് തപ്പുകയാണ്. കാരണം ഷേക്സ്പിയറിൻ്റെയൊക്കെ നാടകങ്ങളും മറ്റുമൊക്കെ പഠിക്കാൻ വരുന്നത്, അതുപോലെ ബെർണാഡ് ഷായുടെ ലേഖനങ്ങൾ ഒക്കെ വരുന്നത്, വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതകളൊക്കെ വരുന്നത് ഈ സമയത്താണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം വളരെ കുറച്ച് വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിത 2-3 സ്റ്റാൻസ പഠിച്ചാൽ ഒരു ബോട്ടിൽ നിന്നും ഒരു വലിയ കപ്പലിൽ, യാത്രാ കപ്പലിലേക്ക് ചാടി കയറുന്ന പോലെയാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് അധ്യാപകർ വളരെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അവർ പ്രീ ഡിഗ്രി കുട്ടികളെ ഈ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷിന് തോറ്റു പോകുന്നവർക്ക് സെക്കൻഡ് ഇയറിൽ ജയിക്കാൻ വേണ്ടുന്ന സ്പെഷ്യൽ ക്ലാസ്സുകൾ അവരെടുത്ത് കൊടുക്കുമായിരുന്നു അന്നൊക്കെ. ഇപ്പോഴും അധ്യാപകരൊക്കെ പഠിപ്പിക്കാനൊക്കെ മോശക്കാരൊന്നുമല്ല. ഇതുപോലുള്ള ജലീലിനെ പോലുള്ള ഇവരുടെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയം ചില വിദഗ്ധരുണ്ടല്ലോ, വിദ്യാഭ്യാസ വിദഗ്ധർ. ജലീലിനെ പോലെ എന്നുള്ളതല്ല, കൃത്യമായിട്ട് പറയാം. 2006 VS സർക്കാരിൻ്റെ കാലത്ത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണം, വിദ്യാഭ്യാസ നയ പരിഷ്കരണം, അതാണ് കേരളത്തെ നശിപ്പിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഇത്രയും താഴ്ന്നു പോയത്. ഇത് 2011 നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ വന്നെങ്കിലും അവിടെ വലിയ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അന്ന് അബ്ദുറബ്ബ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. അബ്ദുറബ്ബിന് ഇതൊന്നും ശരിയാക്കി എടുക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ET മുഹമ്മദ് ബഷീറൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നേനെ. പക്ഷേ അബ്ദുറബ്ബ് 2006 തുടങ്ങി വെച്ച ആ പ്രക്രിയ, നാലകത്ത് സൂപ്പി 2001 നാലകത്ത് സൂപ്പി മോശമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മാറ്റിയിട്ട് പിന്നീട് ET മുഹമ്മദ് ബഷീറിനെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2006 ആരംഭിച്ച ഈ നവീകരണ പ്രക്രിയയല്ല, അധോഗതി പ്രക്രിയ, അങ്ങനെ വേണം പറയേണ്ട. വിദ്യാഭ്യാസ നിലവാരത്തെ നശിപ്പിക്കുന്ന ആ പ്രക്രിയ 2026 എത്തിയിട്ടും നമുക്ക് ഒരു വ്യത്യാസമില്ലാതെ ഇങ്ങനെ തുടർന്ന് പോയിട്ടില്ല. അതാണ് അതുകൊണ്ടാണ് ജലീൽ ഈ കുട്ടികളെ വിളിച്ച് അക്ഷരം എഴുതാൻ അറിയില്ലേ. അവരുടെ മാതാപിതാക്കൾ, അധ്യാപകർ ഇവരൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ ജലീലിനെ കളിയാക്കാൻ ഞാൻ അതാണ് ചോദിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി കുട്ടികളോട് ഇത് ചോദിക്കുമ്പോൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ആ തുപ്പൽ വീഴുന്നത് അദ്ദേഹത്തിന്റെ മുഖത്താണ്. കാരണം അദ്ദേഹം മന്ത്രിയായിരുന്ന സർക്കാരടക്കം ഇതിന് ഉത്തരവാദിയാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം തകർക്കുന്നതിൽ. ജലീലിനെതിരെ ശരിക്കും ആരെങ്കിലുമൊക്കെ, ഞാൻ പറയില്ല, ബാലാവകാശ കമ്മീഷനിലൊക്കെ പരാതി അതൊക്കെ വഴി പോലെ നടക്കട്ടെ. പക്ഷേ നമുക്ക് പറയാനുള്ളത് KT ജലീലല്ല, ആരാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും, ഏത് മുൻമന്ത്രിയാണെങ്കിലും, ഇനി ഏത് കൊമ്പത്തെ രാജാവാണെങ്കിലും ശരി, ആദ്യം ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരാണ്, അവരൊന്ന് പുറംതിരിഞ്ഞൊന്ന് നോക്കണം, വന്ന വഴി ഒന്ന് നോക്കണം. അയ്യോ, ഞാനും മന്ത്രിയായിരുന്നതാണ്, ഇതിൻ്റെ ഞാനും കൂടി ഉത്തരവാദിയാണ് ഇതിന്. അതുപോലെ ഈ കുട്ടികൾ ഇനി ഒരിക്കലും KT ജലീൽ എന്ന വ്യക്തിയെ മറക്കില്ല. അങ്ങനത്തെ ഒരു അപമാനമാണ്. അങ്ങനെ അപമാനിച്ച കുട്ടികളെ അല്ലെങ്കിൽ വിളിച്ചു രഹസ്യമായിട്ട് ചോദിക്കാം, അല്ല എന്താ മോനെ സംഭവിച്ചത്, ഇതിൻ്റെ സ്പെല്ലിങ് അറിഞ്ഞുകൂടെ, അല്ലെങ്കിൽ മോളെ എന്താ സംഭവിച്ചത്, നിനക്ക് നിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് അറിയില്ലേ, 10-15 വയസ്സായില്ലേ, ഇതൊക്കെ പഠിക്കണ്ടേ എന്നൊക്കെ ഒരു ഗുണദോഷിക്കാം കുട്ടികളെ. ഒരിക്കലും അവരെ ശാസിക്കാം, ഗുണദോഷിക്കാം, പക്ഷെ അപമാനിക്കരുത്. ഒരു കുട്ടിയെയും പരസ്യമായിട്ട് എല്ലാവരും കേൾക്കെ അപമാനിക്കരുത്. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും, അതിനൊന്നും അവർ വലിയ പ്രാധാന്യം കാണില്ല. കാരണം എല്ലാ കുട്ടികളെക്കുറിച്ചും ഇതുപോലെ നമ്മളുമൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിക്കാതെ വന്നതിന് സാറ് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് അടി തരുന്നത്, മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മളെ ചിലപ്പം കളിയാക്കി എന്നിരിക്കും. ഇത് KT ജലീലിന്റെ മണ്ണാർക്കാട്ടുള്ള 15-16 വാർഡുകളിലെ 19, 20, 22 ആ കുട്ടികൾ പഠിച്ച ജയിച്ച ആ സ്കൂളുകളോട് ജലീലിന് എന്തോ ഒരു ചെറിയ പ്രശ്നം, വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവസാനമായപ്പോൾ എൻ പ്രൊഡക്റ്റ്, അതായത് ആ സ്കൂളുകളുടെ ഒരു കാര്യം അവിടെ സംഭവിച്ചത്,
ഞാൻ രാജേഷ് ജി പറഞ്ഞതിനോട് ഖണ്ഡിക്കുകയല്ല. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, വൈരാഗ്യമൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആയിപ്പോയി. സ്വയം ഒരു കത്തിയെടുത്ത് സ്വന്തം നെഞ്ചത്ത് കുത്തുന്നത് പോലെ ആയിപ്പോയി. ഇങ്ങനെ ഒരു സംശയം നേരത്തെ തിരുത്താമായിരുന്നു. അതെ, അതായത് ജലീൽ മന്ത്രിയായിരുന്ന മന്ത്രിസഭ ഉൾപ്പെടെയുള്ളവർ ഇതിന് ഉത്തരവാദികളാണ്. കുട്ടികൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയില്ലെങ്കിൽ, കുട്ടികൾക്ക് സ്വന്തം മേൽവിലാസം നേരെ ചൊവ്വ എഴുതാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവരെ പഠിപ്പിച്ച സംവിധാനത്തിനാണ്. ഞാൻ അധ്യാപകരെ പറയുന്നില്ല, ആ മൊത്തം സംവിധാനത്തിനുമാണ്. കുട്ടികൾ എന്ത് തോന്നിയാസം എഴുതി വെച്ചാലും, വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ പകർത്തി വെച്ചാൽ പോലും മാർക്ക് കൊടുക്കുന്ന, എന്നിട്ട് അതിന് പറഞ്ഞ ന്യായം എന്താ? SSLC പരീക്ഷ കഴിയുമ്പോൾ തോറ്റുപോകുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. SSLC പരീക്ഷ എഴുതുന്നത് 5 ലക്ഷം കുട്ടികളാണ്. അങ്ങനെ തോറ്റുപോയ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് 1 or 2 കുട്ടികളാണ്. അതിൻ്റെ കാരണം മറ്റു ചിലതാണ്. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കുട്ടികളെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവർ ആത്മഹത്യ ചെയ്യുന്നത് നല്ല കാര്യമല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി. അതിന് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അങ്ങനെ കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ ഈ പരീക്ഷാ പേടിയൊക്കെ മാറ്റി. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് നരേന്ദ്രമോദി അത് ചെയ്യുന്നത്. ഈ CBSE ICSE പരീക്ഷകൾക്ക് മുന്നോടിയായിട്ട് നരേന്ദ്രമോദി മൻ കി ബാത്തിലും മറ്റുമൊക്കെ വന്ന് കുട്ടികളോട് അതിനുവേണ്ടി മാത്രം ഒരു സംവാദം വയ്ക്കുന്നുണ്ട്. കുട്ടികളോട് പരീക്ഷയിൽ ജയിക്കുന്നതിൻ്റെ പൊടിക്കൈകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് കുറേ കൂടെ ഒരു സ്വീകാര്യത കിട്ടുകയാണ്. അങ്ങനെ എന്തെങ്കിലും KT ജലീലോ അദ്ദേഹത്തിനോടൊപ്പമുള്ള മന്ത്രിമാരോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ ആ മനോബലം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന അവരുടെ എന്താ പറയുക, പരീക്ഷാ പേടി മാറ്റി അവരെ ഭംഗിയായി ഉത്തരങ്ങൾ എഴുതാൻ തക്കവണ്ണം ഒരു മനക്കരുത്ത് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ താങ്കളുടേതടക്കമുള്ള സർക്കാർ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇതൊന്നും അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഇത്രയും താഴ്ന്നു പോകുമോ? അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു ഗിമ്മിക്കാണ്. എന്ന് വെച്ചാൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മണ്ണാർക്കാട് നിന്നുള്ള ആളാണ്. അപ്പം മണ്ണാർക്കാട് എന്നുള്ള MLA, അവിടെ നിന്ന് ജയിച്ച MLA ആണ്. ഒന്ന് അപമാനിക്കുക വിദ്യാഭ്യാസ മന്ത്രിയെ, അദ്ദേഹത്തെ അപമാനിക്കുക. മണ്ഡലത്തിൽ പോലും കുട്ടികൾക്ക് അക്ഷരം അറിഞ്ഞുകൂടാ, അവർ അക്ഷരത്തെറ്റോട് കൂടിയാണ് എഴുതുന്നത്, സ്വന്തം മേൽവിലാസം നേരെ എഴുതാൻ അറിഞ്ഞുകൂടാ എന്നിങ്ങനെ ഇതൊരു വാർത്തയാക്കാൻ, വിവാദമാക്കാൻ വരുത്തി തീർത്ത ഒരു പരിപാടിയാണ്. കുട്ടികളെ കരുവാക്കേണ്ട കാര്യമില്ല. അത് പക്ഷേ ജലീൽ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആയിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരാളിൽ നിന്ന് കേരളം ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.